രാമാഞ്ഞാൽ പിന്നെ പ്രകാശം മാത്രം ബാക്കിയാകുന്ന ചൈതന്യത്തെ അറിയുവാൻ മനസ്സിന് പ്രാപ്തിയുണ്ടാകണം. ആ പ്രാപ്തിക്കായി വീണ്ടും ഓരോ കാലങ്ങളിലും ഒത്തുചേരുമ്പോൾ ഋഷിപ്രോക്തമായ ഒരു സംസ്കൃതിയെ നമ്മൾ മനസ്സിലാക്കുകയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. പുഴയെ അറിഞ്ഞ് വനത്തെ അറിഞ്ഞ് മുൻപേ സഞ്ചരിച്ചു ചിലർ, രാമനും ലക്ഷ്മണനും സീതയും. അവർക്ക് സഞ്ചരിക്കുവാൻ വഴിയൊരുക്കിയ വാൽമീകി എന്ന ഋഷി. ആ സഞ്ചരിച്ച വഴിയിൽ മുഴുവനും നിറഞ്ഞു നിന്നത് പ്രകാശം തന്നെ. പ്രകാശത്തെ തിരഞ്ഞുകൊണ്ട് സഞ്ചരിക്കുവാൻ മനുഷ്യർക്ക് പ്രേരണയാകണം രാമായണം എല്ലാ കാലത്തും. അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകിക്ക് വന്ദനമോതുന്നത് പോലെ തന്നെ നമ്മുടെ ഭാഷാപിതാവിനും വന്ദനമോദണം. വാക്കുറപ്പിച്ചതിന്, ചൈതന്യത്തെ ഹൃദയത്തിൽ നിറച്ചതിന് എല്ലാം. രാമൻ മനുഷ്യനായും രാജാവായും ദൈവമായും സുഹൃത്തായും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സീത ശക്തിയും ഊർജവും ചൈതന്യവുമാകുന്നു, മനോബലമാകുന്നു. ആ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനൊപ്പം ശ്രദ്ധ അകമ്പടി സേവിക്കുന്നു. അങ്ങനെ രാമായണം ജീവിതത്തിലും സംഭവിക്കുന്നു. ജനകന്റെ പുത്രി സീത ഭൂമിയുടെയും പുത്രിയാണ്. മണ്ണിൻ്റെ മകളാണ്. ഊർവരതയുടെ ഉണർവാണ്. ഉഴവുചാലിൽ നിന്ന് ലഭിച്ച സീത. സീതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മണ്ണിൻ്റെ മണം അനുഭവിക്കാനാകണം. കാരണം പ്രകൃതി ചൈതന്യവത്തായ സ്ത്രീരൂപം കൈക്കൊണ്ട് രാമൻ്റെ പത്നിയാവുകയായിരുന്നു. അല്ലെങ്കിൽ രാമൻ്റെ പത്നിയായിക്കൊണ്ട് രാമായണം രചിക്കുവാൻ കാരണമാവുകയായിരുന്നു. സീതയാണ് യഥാർത്ഥത്തിൽ രാമായണത്തിന് കാരണമായത്. സീതയുടെ ജീവിതം, സീതയുടെ കഴിവുകൾ, മികവുകൾ, സീതയുടെ സൗന്ദര്യം, ക്ഷമ, സ്നേഹം, പതിഭക്തി എല്ലാം ഒത്തുചേരുമ്പോൾ അത് രാമായണമാകുന്നു. രാമായണത്തിൻ്റെ ഏത് ഘട്ടത്തിൽ നോക്കിയാലും സീതയോടുള്ള ചൈതന്യം, അല്ലെങ്കിൽ സീതയോടടുക്കാനുള്ള ചൈതന്യം, സീതയെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ചൈതന്യം, അതാണ് രാമായണം എന്നറിയാനാകും. സീത എന്നത് മണ്ണിൻ്റെ മകളാകുമ്പോൾ ഉണരുന്നത് പ്രകൃതിയാണ്. പ്രകൃതി പരംപുരുഷനോട് ചേരുന്ന പരമാത്മ ചൈതന്യം, സത്യം. പരമാത്മ ചൈതന്യത്തിൻ്റെ മൂർത്തിമത് ഭാവത്തെ തിരയുന്ന മഹാസത്യം, തത്വം. അതാണ് യഥാർത്ഥ രാമായണ തത്വം. അതുകൊണ്ട് തന്നെ പരമാത്മാവ് ഇവിടെ പ്രകൃതിയെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതി എന്ന സാന്നിധ്യത്തിലേക്ക് സ്വയം മറന്ന് അലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാമായണം അങ്ങനെ മൈഥിലിയുടേത് കൂടിയാകുമ്പോൾ രമയുടെ കഥ കൂടിയായി മാറുന്നു. ഇന്നത്തെ മൈഥിലി മനോഗതത്തിൽ സീതയുടെ ബാല്യകാലമാണ് പ്രതിപാദിക്കുന്നത്. ബാല്യകാലത്തിൽ ഒരു ദിവസം സീത തോഴിമാരുമായി ഉദ്യാനത്തിൽ പൂക്കൾ ഇറുക്കാൻ പോകുന്നു. ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനുള്ള പൂക്കൾ ഇറുക്കുകയാണ് അവർ. പൂക്കൾ ഇറുത്തെടുത്ത് വരുമ്പോൾ ചെടികളിലെ എല്ലാ പൂക്കളും അവസാനിച്ചതായി അവർക്ക് മനസ്സിലാവുന്നു. ഇനി എത്താക്കൊമ്പത്തെ പൂക്കൾ പറിക്കാൻ ഉപായമെന്ത് സീത ചിന്തിച്ചു. തോഴിമാർ പലതും ആലോചിച്ചു. പക്ഷേ സീത ഒരു നിമിഷം ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഓടി മറഞ്ഞു കളഞ്ഞു. അവൾ ഓടിയെത്തുന്നത് ജനകന്റെ ആയുധപ്പുരയ്ക്ക് മുന്നിലേക്കാണ്. ആയുധപ്പുരയുടെ വാതിൽ അവൾ തള്ളി തുറന്ന് അകത്ത് കയറുന്നു. ചെറുതിരിവട്ടം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുധപ്പുരയ്ക്കകത്ത് അവൾ ആയുധങ്ങൾ തപ്പിത്തടഞ്ഞ് കണ്ടുപിടിക്കുന്നു. നോക്കുമ്പോൾ ആയുധപ്പുരയുടെ ഒരു കോണിൽ ചെറിയ കൈത്തിരിവട്ടം വിളക്കായി എരിയുന്നത് അവൾ കാണുന്നു. അവൾ ആ വില്ല് കൈക്കലാക്കുന്നു, അമ്പെടുക്കുന്നു. ഓടി തിരിച്ച് ഉദ്യാനത്തിലെത്തി അവൾ ധീരമായി പൂക്കൾ അപ്പാടും എയ്ത് നിറയ്ക്കുന്നു. ഭൂമി നിറയെ പൂക്കൾ. ഇത് കണ്ട് അവൾക്ക് ആനന്ദമാവുന്നു. അതേസമയം കൊട്ടാരത്തിന്റെ മുകൾ നിലയിൽ നിന്നിരുന്ന ജനകൻ തൻ്റെ ബാലികയായ സീതയുടെ ഈ ധീരമായ പ്രവൃത്തി കാണുന്നുണ്ടായിരുന്നു. സാക്ഷാൽ ത്രയംബകം വില്ലാണ് തൻ്റെ മകൾ ആയുധപ്പുരയിൽ കയറി എടുത്തോടി വന്ന് ഈ പൂക്കളെല്ലാം എയ്തിട്ടത് എന്ന് മനസ്സിലാക്കുന്ന ജനകൻ അന്നൊരു കാര്യം ഉറപ്പിച്ചു. രാമായണത്തിന്റെ കഥാഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രതിപാദിക്കുന്ന സന്ദർഭമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ത്രയംബകം എടുത്തു കുലയ്ക്കുന്നയാൾക്ക് മാത്രമേ സീതയെ വരിക്കാനാവൂ എന്ന് ജനകൻ അന്ന് പ്രഖ്യാപിച്ചു.
തരണിലതകൾ തളിർത്തു നിൽപ്പൂ മാമക പ്രിയ സഖിമാരെ കാണിൽ. തരണിലതകൾ തളിർത്തു നിൽപ്പൂ മാമക പ്രിയ സഖിമാരെ കാണിൽ. പൂക്കളിരുത്തുക മാലകൾ
ജനകൻ പരിചൊടു കണ്ടു നിൽക്കേ ത്രയംബകമൻപൊടു കുലച്ചു സീത തൊടുത്തു ബാണങ്ങൾ അടർന്നു പൂക്കൾ പതിച്ചു വൃഷ്ടി സമാനമെങ്ങും. ആരീത്രയംബകം കുലയേറ്റിടുന്നു അവന്നു സീതാകരം ഗ്രഹിക്കാൻ ഉണർത്തിയേവം മിഥിലാപുരേശൻ സഹർഷഹർഷം സഹർഷഹർഷം. രാമായണത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഈ കഥാസന്ദർഭം മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകളുണ്ട്. വിഷ്ണു രമയ്ക്കു നിശയ്ക്കു ശശാങ്കൻ ഉമയ്ക്കു ഹരൻ നളൻ ഓർക്കിൽ നിനക്കും എന്ന് ഉണ്ണായിവാരൻ എഴുതിയതുപോലെ വിഷ്ണു രമയ്ക്ക് തന്നെയാണ്. അതുപോലെ സീത രാമന് വേണ്ടി പിറന്നിരിക്കുന്നു. രാമൻ ഏറ്റവും ഉത്തമനായ പുരുഷനായി സീതയെ വേൾക്കുന്നു. നമ്മളൊക്കെ കേട്ടുപരിചയിച്ച സീത വിനീത വിധേയയും ദുഃഖപുത്രിയും ഒക്കെയാണ്. നോക്കൂ, ബാല്യത്തിൽ തന്നെ ത്രയംബകം വില്ലെടുത്ത് കുലച്ച ആയോധനശീലയായ സീതയെ പരിചയപ്പെടുകയായിരുന്നു നമ്മൾ. പുരുഷന് പിന്നാലെ നടന്നുകൊണ്ട് ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സ്വകാര്യ സമ്പത്തായ പുരുഷന്റെ സ്വകാര്യ സമ്പത്തായ സ്ത്രീയിൽ നിന്നും സീതയുടെ വീരപരിവേഷത്തിലേക്ക് സീത ഉയർത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും സീത അത്തരത്തിൽ ബലഹീനയായ ഒരു സ്ത്രീ ആയിരുന്നില്ല. ആയോധന പടുവായ വിജ്ഞാന വിചക്ഷണയായ സമർത്ഥയായ ഒരു സ്ത്രീത്വത്തിന്റെ പ്രതീകമായിരുന്നു സീത. അത്തരത്തിൽ സീതയുടെ ആത്മകഥത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോധൈര്യമുള്ള ആത്മവിശ്വാസമുള്ള സീതമാരെ നമ്മുടെ സമൂഹത്തിൽ നിരവധി കാണാനാവും.